ശൈഖുന സി.എം. വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ മഹബത്ത് വെക്കേണ്ടത് എങ്ങനെയെന്ന് ഞാനൊക്കെ പഠിച്ചത് സുൽത്താനുൽ ഉലമയിലൂടെയാണ്. അവരുടെ വാക്കിലും അവരുടെ പ്രവൃത്തിയിലും അവരുടെ എല്ലാ നിരൂപണങ്ങളിലും നിരീക്ഷണങ്ങളിലും മഹാനായ സി.എം. വലിയുല്ലാഹി തിളങ്ങി നിന്നിരുന്നു. ഞങ്ങളൊക്കെ മർക്കസിൽ വരുന്ന കാലഘട്ടത്ത് എല്ലാ കാര്യങ്ങൾക്കും മഹാനായ ശൈഖുന സി.എം. വലിയുല്ലാഹിയെ മുന്നിൽ പറഞ്ഞുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും അവിടുത്തോടുള്ള ബന്ധം അനുസ്മരിച്ചുകൊണ്ടും അവിടുന്ന് നൽകിയ മദതുകളെ നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നുകൊണ്ടുമൊക്കെയായിരുന്നു സുൽത്താനുൽ ഉലമയുടെ ഇടപെടലുകൾ. ആ ബന്ധവും ആ സ്നേഹവുമാണ് പതിനായിരക്കണക്കിന് സഖാഫികൾക്കും മറ്റ് ലക്ഷോപലക്ഷം വിശ്വാസികൾക്കും മാതൃകയായത് എന്ന് നമ്മൾ അനുസ്മരിക്കുകയാണ്. അതിലൂടെ ഞങ്ങൾക്കൊക്കെ വ്യക്തിപരമായി തന്നെ ലഭിച്ച എണ്ണിയാൽ തീരാത്ത മദതുകൾ, അവിടുത്തെ കറാമത്തുകൾ ഇന്നും നിലനിൽക്കുന്നതായി നമ്മുടെ മുന്നിൽ കാണാൻ കഴിയും. അള്ളാഹുവിനെ സ്നേഹിച്ചു എന്നതും അള്ളാഹുവിൻ്റെ ദീനിനെ വല്ലാതെ മഹബത്ത് വെച്ചു എന്നതും ബഹുമാനപ്പെട്ട സി.എം. വലിയുല്ലാഹി തങ്ങൾക്ക് ഒരു മാനദണ്ഡമാണെങ്കിൽ അവരിലേക്ക് അടുക്കുന്നവർക്കെല്ലാവർക്കും ആ ഇൽമിൻ്റെയും ദീനിൻ്റെയും മഹബത്താണ് തിളങ്ങി നിൽക്കുന്നതായി നമുക്ക് ബോധ്യപ്പെടുന്നത്. സി.എം. വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു ഒരു സുപ്രഭാതത്തിൽ ഒരു കോട്ടുമിട്ട് ഒരു തസ്ബീഹുമാലയും പിടിച്ച് എന്തെങ്കിലും ചില അത്ഭുതങ്ങൾ കാട്ടി ഒരു വലിയാണെന്ന് പ്രഖ്യാപിച്ച് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് വന്ന ഒരു വ്യക്തിത്വം അല്ല. ജന്മനാ തന്നെ പിതൃപാരമ്പര്യത്തിലൂടെ തന്നെ ഐതിഹാസികവും ആത്മീയതവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തോടെ അവിടുത്തെ പിതാവ് പരിശുദ്ധ ഹറമുകളിൽ നിന്ന് തിരുതാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ നിന്ന് ഈ പുത്രന്റെ സന്ദേശങ്ങൾ ഏറ്റെടുത്ത് ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു മഹാന്റെ അടയാളങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ജനിച്ച ഒരു അത്യാദരണീയനാകുന്ന കുട്ടിയായിരുന്നു, ശിശുവായിരുന്നു മഹാനായ വലിയുല്ലാഹി സി.എം. റളിയല്ലാഹു അൻഹു. പിന്നീട് അവിടുത്തെ ഓരോ ചുവടുകളും അവിടുത്തെ ബാല്യവും അവിടുത്തെ യൗവനവും അവിടുത്തെ യുവത്വവും എല്ലാം അളന്നു കുറിച്ച് ചിട്ടപ്പെടുത്തി മഹാന്മാരുടെ തർബിയത്തിലൂടെ മഹാന്മാരുടെ പക്വമാർന്ന പരിചരണത്തിലൂടെ പാകപ്പെടുത്തിയെടുത്തൊരു വലിയാണ് ബഹുമാനപ്പെട്ട സി.എം. വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു. ഇൽമ പഠിക്കുകയും അത് പതിറ്റാണ്ടുകളോളം പഠിപ്പിക്കുകയും അങ്ങനെ സമുദായത്തിന് അറിവിൻ്റെ പ്രകാശം വിതരണം ചെയ്ത് അത് ഖൽബിൽ ആകാംക്ഷാഭരിതമായി ഏറ്റെടുത്ത് ഇലാഹിയായ ചിന്തയിൽ മഅരിഫത്തിൻ്റെ മധുരം നുകർന്ന് മഹബത്തിൻ്റെ തേനുറവയിലൂടെ ആത്മീയ ചൈതന്യത്തിൻ്റെ പ്രസരണ മേഖലയിൽ കടന്നുകയറി ഉത്തംകൊതയിൽ എത്തിച്ചേർന്ന മഹാരഥനാണ് ബഹുമാനപ്പെട്ട സി.എം. വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ളവർക്ക് താങ്ങും തണലുമായി നിലനിൽക്കാൻ അള്ളാഹു അവർക്ക് മദതും മഹബത്തും ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. എന്നെ പിടിച്ചോവർ ഏതും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ എന്ന് പ്രഖ്യാപിച്ച ഔസുൽ അഅ്ലം റളിയല്ലാഹു അൻഹുവിന്റെ ദറജ ബഹുമാനപ്പെട്ട സി.എം. വലിയുല്ലാഹിയും നേടിയെടുത്തു, അല്ലെങ്കിൽ അള്ളാഹു സമ്മാനിച്ചു എന്നതാണ് അനുഭവ വെളിച്ചത്തിലൂടെ പതിനായിരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിനീതനായ ഈ ഉള്ളവൻ ഓതാൻ ഇറങ്ങിയ തുടക്കകാലം 981-82 കാലഘട്ടത്ത് ഓതുന്നതിന് പ്രയാസമുള്ള ഒന്ന് രണ്ട് അസുഖങ്ങൾ തലയ്ക്ക് ഉണ്ടായിരുന്നു. തല കുനിക്കാനോ തലയിൽ
പിന്നെ സുജൂദ് ചെയ്യാനോ പറ്റാത്ത, തല എരിഞ്ഞ് പുകഞ്ഞ് മൂക്കട്ടയും മറ്റും ചലവുമൊക്കെയായി വലിയ പ്രയാസവും വേദനയും എരിഞ്ഞു പൊളയുന്ന തലവേദനയും കൊണ്ട് വിഷമിച്ചിരുന്നൊരു രംഗമുണ്ടായിരുന്നു. സയ്യിദ് വലിയുള്ളാഹി തങ്ങൾ തെക്കൻ കേരളത്തിൽ കൂടുതൽ അന്നൊന്നും അറിയപ്പെട്ടിരുന്നില്ല. ഈ വേദനയും വിഷമവുമായി ബന്ധപ്പെട്ട് പല ഡോക്ടർമാരുമായും ബന്ധപ്പെട്ട് പല ചികിത്സയും നടത്തിയിട്ടുണ്ടെങ്കിലും അതിനൊന്നും ശിഫയാകാതെ വീണ്ടും വിഷമിച്ചിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുന സിറാജുൽ ഉലമ, ഇന്ന് സമസ്തയുടെ ഉപാധ്യക്ഷൻ, ഞങ്ങളുടെ ആദരണീയരായ ഗുരുവര്യർ മഹാനായ സിറാജുൽ ഉലമ ഐദുറൂസ് ഉസ്താദ്, അവിടുത്തെ ദർസിലാണ് അന്ന് പഠിച്ചിരുന്നത്. ആ ദർസിൽ പഠിച്ചിരുന്നൊരു മുതിർന്ന വിദ്യാർത്ഥി എന്നോട് പറഞ്ഞു, കോഴിക്കോട് ഇങ്ങനെയൊരു മഹാനുണ്ട്. അന്ന് ബഹുമാനപ്പെട്ട ഇടിയങ്ങര ഉപ്പാന്റെ വീട്ടിലായിരുന്നു ഷേഖ് അവർകൾ ഉണ്ടായിരുന്നത്. അവരെ ഒന്ന് പോയി കാണാം, ഉസ്താദിന്റെ സമ്മതം വാങ്ങിച്ചാൽ നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 ആള് ഉസ്താദിനോട് സമ്മതം ചോദിച്ചു. ഉസ്താദ് സമ്മതം തന്നു. ഞങ്ങളിവിടെ വന്ന് ക്യൂവിൽ നിന്നു. വലിയ ക്യൂ ആണ്. ആ ക്യൂവിൽ നിന്ന് കയറി മഹാനവറുകളെ കണ്ടു. കാണുന്ന ഇന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു മഹാഭാഗ്യമായി കാണുന്നത് 2 കണ്ണുകൊണ്ട് മഹാനായ സി.എം. വലിയുള്ളാഹിയുടെ ഈമാനിൻ്റെ മുഖം കാണാൻ അള്ളാഹു ഭാഗ്യം നൽകി എന്നത് എപ്പോഴും ഒരു വലിയ തൗഫീഖായി, ഒരു വലിയ നിഅമത്തായി ചിന്തിക്കാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്. ചില പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവേ എൻ്റെ ഈ കണ്ണിൻ്റെ ബറക്കത്ത് കൊണ്ട് എന്ന് പറയാറുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിന് ബറക്കത്തുണ്ട് എന്നുള്ള നിലയ്ക്കല്ല. മഹാനായ സി.എം. വലിയുള്ളാഹിയെ കണ്ട കണ്ണാണ്. ആ കണ്ണിന്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ ഇന്ന കാര്യം നീ സാധിച്ചു തരണം അല്ലാ എന്ന് ദുആയിരുന്നിട്ടുണ്ട്. സാധിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഒരു ഫളലല്ല, ആ കണ്ണിന്റെ ബറക്കത്ത്. ഞാൻ എപ്പോഴൊക്കെ ഓർമ്മ വരുന്നത് ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഖാദിമ്, ഒരു മുരീദ് ഒരിക്കൽ ഇങ്ങനെ ഒരു നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ ആ നാട്ടുകാർ മുഴുവൻ വെള്ളം കിട്ടാതെ വിഷമിച്ച്, വെള്ളത്തിന് വേണ്ടി മഴയ്ക്ക് വേണ്ടി നോമ്പ് നോറ്റ്, മഴയ്ക്ക് വേണ്ടി മഴയുടെ നിസ്കാരം നിസ്കരിച്ച്, എന്നിട്ടും മഴ കിട്ടാതെ വിഷമിച്ച് അവർക്ക് നേതൃത്വം നൽകിയ ഇമാമ് സങ്കടപ്പെട്ട് പള്ളിമുറ്റത്തിരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി തങ്ങളുടെ ഒരു മുരീദ് അതിലേക്ക് കടന്നു പോകുന്നത്. ആ മുരീദ് ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്തേ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഇമാം അവർകളെ എന്ന് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന്റെ വേഷം കണ്ടപ്പോ ഒരു ഫക്കീറിന്റെ വേഷമായതുകൊണ്ട് ഇദ്ദേഹം അയാളെ ആട്ടിപ്പായിച്ചു. നിനക്കെന്ത് കാര്യം, നീ നിന്റെ വഴിക്ക് പൊക്കോ എന്ന് പറഞ്ഞു. എന്നിട്ടും നിർബന്ധിച്ച് ചോദിച്ചു, അല്ല എന്താണ് നിങ്ങളുടെ വിഷമം ഒന്ന് പറയൂ. എവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം, നീ നിന്റെ വഴിക്ക് പൊക്കോ. അയാളെ കണ്ടിട്ടൊരു ഫക്കീർ ആയതുകൊണ്ട് ഇയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ചുരുക്കത്തിൽ നിർബന്ധിച്ചതിൻ്റെ പേരിൽ പറഞ്ഞു, ഞാനും ഈ നാട്ടുകാരും മാസങ്ങളോളമായി മഴയ്ക്ക് വേണ്ടി വിഷമിക്കുകയാണ്. അവസാനം ഞാൻ 3 ദിവസം നോമ്പ് നോക്കാൻ പറഞ്ഞു. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു. മഴയുടെ നിസ്കാരം നിർവഹിച്ചു. എന്നിട്ട് മഴ കിട്ടാതെ വന്നപ്പോൾ ഇത്രയും ആളുകൾ ദുആയിരുന്നിട്ട് മഴ കിട്ടിയില്ലല്ലോ എന്ന വിഷമം, നമ്മുടെ നേതൃത്വത്തിന് ഒരു കബൂലിയത്തില്ലല്ലോ എന്ന വിഷമമാണെന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അങ്ങേ പുറത്തോട്ട് ഇറങ്ങി നിന്നിട്ട് 2 കൈയും തലയിൽ വെച്ചിട്ട് അല്ലാഹുമ്മ ബിഹഖി മാ ഫീ റഅസി ഇല്ലാ സഖൈതന, പടച്ചവനെ എൻ്റെ 2 കണ്ണിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ മഴ പെയ്യണം, മഴ തരണം എന്നൊരൊറ്റ ദുആ ഈ മനുഷ്യൻ ദുആയിരുന്നു. സുബ്ഹാനല്ലാഹ്. ദുആയിരുന്ന ഉടനെ കാർമേഘങ്ങളൊക്കെ കൂടി ആ സമയത്ത് തന്നെ എരച്ച മഴ പെയ്തു. എല്ലാവർക്കും അത്ഭുതമായി പോയി. ഈ ഇമാമിന് എന്തെന്നില്ലാത്ത അത്ഭുതമായി പോയി. ഇമാം ഈ ഫക്കീറിനെ ചേർത്തി പിടിച്ച് അയാൾ അണച്ചുകൂട്ടി അകത്ത് കയറ്റിയിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, എന്താണ് നിങ്ങളുടെ കണ്ണിന്റെ പ്രത്യേകത, എന്താണ്, നിങ്ങൾ അങ്ങനാണല്ലോ ദുആയിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരുമല്ല, എൻ്റെ കണ്ണിനൊരു പ്രത്യേകതയുമില്ല, പക്ഷെ എൻ്റെ 2 കണ്ണുകൊണ്ട് മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനെ, ആ മഹാനായ സൂഫി വര്യനെ കണ്ട കണ്ണാണ്. ആ കണ്ണിന്റെ ബറക്കത്ത് കൊണ്ട് ഞാൻ ദുആ ചെയ്താൽ അള്ളാഹു എനിക്ക് ഇജാബത്ത് തന്നിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഇയാൾക്ക് പരിഹാസമായി. ഇയാൾ അല്പം ബിദ്അത്ത് മൈൻഡുള്ള ആളായിരുന്നു. അയാൾ പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങളെക്കാൾ വലിയ മഹാൻ അബൂജഹലാണ്. കാര്യം അബൂജഹല് മുഹമ്മദ് നബിയെ കണ്ട കണ്ണുള്ള ആളാണ്. അപ്പൊ മൂപ്പർക്ക് ദേഷ്യയായി.
അപ്പൊ പറഞ്ഞു ഇതുകൊണ്ടാണ് ആ മഴ ഇതുവരെ പെയ്യാഞ്ഞത്. ഈ സൈസ് വിശ്വാസം വെച്ചുകൊണ്ട് ഇടപെട്ടത് കൊണ്ടാണ് നിനക്ക് ഇതുവരെ മഴ കിട്ടാഞ്ഞത്. എടാ, അബൂജഹൽ മുഹമ്മദ് നബിയെ കണ്ടിട്ടില്ല, അബൂ ലഹബ് മുഹമ്മദ് നബിയെ കണ്ടിട്ടില്ല. അവർ കണ്ടത് ആമിനാന്റെ മോൻ മുഹമ്മദിനെയാണ്, അബ്ദുള്ളയുടെ പുത്രൻ മുഹമ്മദിനെയാണ്. മുഹമ്മദ് നബിയെ അവർ കണ്ടിട്ടില്ല, മുഹമ്മദുർ റസൂലുള്ളാഹി അവർ കണ്ടിട്ടില്ല. അത് കണ്ടത് അബൂബക്കർ സിദ്ദീഖാണ്, അത് കണ്ടത് ഉമർ ബിനുൽ ഖത്താബാണ്. ആ കണ്ട കണ്ണിന് ബറക്കത്തുണ്ടടോ എന്ന് പറയുകയും മഹാനവറുകൾ അവിടുന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു. ഈ സംഭവം എനിക്ക് ഈ ഒരു കാഴ്ചയുടെ ശേഷം എനിക്ക് ഓർമ്മ വരാറുണ്ട്. അള്ളാഹുവേ, മഹാനായ സി.എം. വലിയുള്ളാഹിയെ കാണാൻ ഈ കണ്ണുകൊണ്ട് ഈ പാപം ചെയ്ത, ഒരുപാട് പാപം ചെയ്ത ഈ കണ്ണുകൊണ്ട് കാണാൻ തൗഫീക്ക് നൽകിയല്ലോ. ആ കണ്ണിൻ്റെ ബറക്കത്ത് നമുക്ക് പലപ്പോഴും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിൽ തന്നെ നിരവധി സംഭവങ്ങൾ, എൻ്റെ മക്കളുടെ കാര്യത്തിൽ, ഭാര്യയുടെ കാര്യത്തിൽ, എൻ്റെ ശിഷ്യന്മാരുടെ കാര്യത്തിലൊക്കെ മഹാനായ സി.എം. വലിയുള്ളാഹിയുടെ ഇജാബത്ത് ഒരുപാട് മദത് കിട്ടിയിട്ടുണ്ട്. അതൊന്നും പറയാൻ ഈ വേദിയിൽ ഞാൻ ഒരുങ്ങുന്നില്ല. ആ മഹബ്ബത്ത് അല്ലാഹു നമുക്കെല്ലാവർക്കും ഏറ്റി തരട്ടെ. ഇത്രയും മഹാന്മാരെ ഇരുത്തിക്കൊണ്ട് ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. ബഹുമാനപ്പെട്ട സി.എം. വലിയുള്ളാഹിയുടെ ആണിക്കല്ല് തഖ്വയാണ്. അവിടുത്തെ ആത്മീയമാകുന്ന പ്രഭാവം തഖ്വയാണ്, മഹബ്ബത്താണ്. അള്ളാഹുവിനോടുള്ള ഹുബ്ബും അള്ളാഹുവിൻ്റെ ഹബീബ് തിരുതാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുമുള്ള മഹബ്ബത്താണ് സി.എം. വലിയുള്ളാഹിയെ അത്യുന്നതങ്ങളിൽ എത്തിച്ചേർത്തതെന്ന് അവർ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ പാന്താവ് പിൻപറ്റുന്ന നമ്മൾ, അവർ പഠിപ്പിച്ചു തന്ന സഅയ് നമ്മൾ ഏറ്റെടുക്കണം. സി.എം. വലിയുള്ളാഹിയെ മഹബ്ബത്ത് വെക്കുമ്പോൾ ആ മഹബ്ബത്ത് കൊണ്ട് അവർ നമുക്ക് സമ്മാനിച്ച അറിവിൻ്റെ മേഖലകളുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തുണ്ട്, മഹാന്മാരോടുള്ള മഹബ്ബത്തുണ്ട്, തിരുതാഹ തങ്ങളോടുള്ള ഇത്തിബാഉണ്ട്, അള്ളാഹുവിനോടുള്ള ഈമാനുണ്ട്. ഇതെല്ലാം ചേർത്തി പിടിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ഒരു മുഹിബ്ബായി മാറുന്നത്. ആ മഹബ്ബത്ത് നിലനിർത്തി ഈമാനോടെ വഫാത്തായി അവരെ കൂടെ ചേരാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.